ഇന്നൊരു താളുകറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ഊണ് കഴിക്കാൻ. തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. പലരും താളുകറി ഉണ്ടാക്കുന്നുണ്ട്, ഓരോ ഭാഗത്ത് ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഈ കർക്കിടക മാസം പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കറി തന്നെയാണ് ഈ താളുകറി. അപ്പോൾ ഞാനിതാ പറമ്പിൽ നിന്ന് കുറച്ച് താളൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തൊലി ഇതുപോലെ എടുക്കണം കേട്ടോ. സ്കിൻ ഇതുപോലെ വലിച്ചെടുക്കണം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കി മുറിക്കണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ മുഴുവൻ തന്നെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. താള് മുറിക്കുമ്പോൾ കയ്യിൽ എണ്ണ പുരട്ടി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലർക്കും ഇത് ചൊറിച്ചിലുണ്ടാവാറുണ്ട് കൈക്ക്. അപ്പോൾ ഞാൻ എണ്ണ പുരട്ടിയിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നുള്ളത്. ഇനി ഇത് വേവിക്കാനായി ഞാൻ മൺചട്ടിയിലേക്കാണ് കുറച്ച് വെള്ളം എടുക്കുന്നുള്ളത്. ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഊറി വരും, എന്നാലും നമ്മൾ ഏകദേശം ഇതിൻ്റെ പകുതിയോളം വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഇനി വേണ്ടത് പുളിയാണ്. ഞാൻ കുടംപുളി സിറപ്പാണ് എടുക്കുന്നത്. ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, കുറച്ച് ചേർത്താൽ മതി. നിങ്ങൾ വാളൻ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് അത് പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ. കുടംപുളി സിറപ്പാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ സിറപ്പാക്കി വെച്ചാൽ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാം കേട്ടോ, ഒരിക്കലും കേടാവില്ല. ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നല്ല വിലയാണെന്ന് മാത്രം. ഇത് നല്ല മെഡിസിനൽ വാല്യൂ കൂടിയുള്ളതാണ് കേട്ടോ, ചുമക്കൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പുളിവെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് താള് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് മൂടി വെച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് കുറച്ചും കൂടി വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഒന്നും കൂടി നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഉപ്പ് ഈ സമയത്ത് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിന് ഉപ്പും പുളിയൊക്കെ നന്നായി പിടിക്കണം. ഈ സമയത്ത് എല്ലാവരുടെ പറമ്പിലും ഈ കറുത്ത താള് ധാരാളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് പറിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞു, നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇത്രയും വെന്ത് കിട്ടണം നമുക്ക്, ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്കിത് ഊണിന് വേറൊരു കറിയും വേണ്ട കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ കറി. പിന്നെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലാണ് ഈ കറി ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കടുക് താളിക്കാം. ഈ എണ്ണ ബോട്ടിൽ കണ്ടോ, നല്ല ബോട്ടിലാണ് കേട്ടോ. ഇതിലേക്കൂടി സ്പ്രേ ചെയ്യാനും ഒഴിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് അത്രേ വിലയുള്ളൂ, 160 രൂപയാണ്. ഇനി എണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സാണ് നമ്മൾ വറുത്തിടുന്നത്. മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.